ഒരു നിമിഷം. ഒന്ന് നിർത്തൂ. ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നത് യാദൃശ്ചികമല്ല. ഇത് ഒരു ദൈവിക സന്ദേശമാണ്. വൃശ്ചികം രാശിക്കാരെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് അടങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങൾ അത് അറിയുന്നുണ്ട്. ആ ശക്തി, ആ ആഴം, ആ നിഗൂഢമായ തീവ്രത. ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ആ ഒരു ഭാഗം. ഇന്ന് അത് പുറത്തുവരാൻ പോകുകയാണ്. ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ നിലകൊള്ളുകയാണ്. ആകാശത്ത് സംഭവിക്കുന്ന ഈ ദൈവിക ക്രമീകരണം, ഇത് നിങ്ങൾക്കു വേണ്ടി മാത്രം. വൃശ്ചികം ഒരു സാധാരണ രാശിയല്ല. ഈ ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ ആത്മാക്കൾ ജനിക്കുന്നത് ഈ രാശിയിലാണ്. ജീവിതം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ഒറ്റയ്ക്ക് ഇരുട്ടിൽ കരഞ്ഞ രാത്രികൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഒരിക്കലും നിങ്ങൾ തോറ്റിട്ടില്ല. കാരണം വൃശ്ചികം രാശിയുടെ ആത്മശക്തി മരണത്തിൽ നിന്നും വീണ്ടും ജനിക്കാൻ ശേഷിയുള്ളതാണ്. ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്ന് ഉയർന്നുവരാൻ. അത് നിങ്ങളുടെ സ്വഭാവത്തിൽ ഉള്ളതുതന്നെ. ഇന്ന് ആ ഉദയം ആരംഭിക്കുകയാണ്. ഗ്രഹങ്ങൾ ഒരൊറ്റ സ്വരത്തിൽ പറയുന്നു: വൃശ്ചികക്കാരെ, നിങ്ങളുടെ സമയം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇത്രയും കാലം ഒളിഞ്ഞിരുന്ന ആ രഹസ്യശക്തി ഇനി ഒളിഞ്ഞിരിക്കില്ല. ഇന്ന് അത് ലോകം കാണും. നിങ്ങൾ കാണും. നിങ്ങൾ അനുഭവിക്കും. ഈ വാക്കുകൾ ഒരു ജ്യോതിഷ ഭവിഷ്യത്ത് മാത്രമല്ല. ഇത് ഒരു ദൈവിക ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ആരാണ് എന്ന് ഈ പ്രപഞ്ചം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവന്റെ നാമം ഒന്ന് മനസ്സിൽ ഉരുവിടൂ. ആ ദൈവിക ഊർജ്ജത്തോടൊപ്പം ഈ വാക്കുകൾ കേൾക്കൂ. നിങ്ങൾ ആരാധിക്കുന്ന ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ പേര് ഇപ്പോൾ കമന്റ് ചെയ്യൂ. ആ ദൈവിക നാമം ഇവിടെ പ്രകാശം പരത്തട്ടെ. ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രാർത്ഥന പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ ഊർജ്ജം ആകാശം വരെ എത്തുന്നുണ്ട്. ഈ നിമിഷം, ഈ ഇടം ഒരു ദൈവിക ക്ഷേത്രം പോലെ ആകട്ടെ. നിങ്ങളുടെ ഹൃദയം ഒരു ചെറിയ ദീപം കൊളുത്തട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ചെറിയ ആംഗ്യം കൊണ്ട് ആ ദൈവശക്തിയിലേക്ക് തിരിച്ചുവിടൂ. ഈ വൃശ്ചിക രാശിക്കാരനായ അല്ലെങ്കിൽ രാശിക്കാരിയായ ഒരാൾക്ക് ഈ സന്ദേശം ഇന്ന് ആവശ്യമുണ്ടാകും. അവരിലേക്ക് ഈ വാക്കുകൾ എത്തട്ടെ. ജ്യോതിഷശാസ്ത്രത്തിൽ ആഴത്തിലുള്ള ഒരു ജാതക വിശകലനം, വിവാഹ പൊരുത്ത പരിശോധന, ദശാപഹാര ഗണന, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി ഇവ ഉൾക്കൊള്ളുന്ന ഒരു പൂർണ്ണ ജ്യോതിഷ ആലോചന ആവശ്യമുള്ളവർ കമന്റ് വിഭാഗം ഒന്ന് നോക്കൂ. ആ വിവരങ്ങൾ അവിടെ ലഭ്യമാണ്. ഈ ദൈവിക ഊർജ്ജ നിമിഷത്തിൽ ഒരു ജ്യോതിഷ ആശ്രയം തേടുന്നത് ശരിയായ ഒരു ചുവടുമാറ്റമാകും. ഇനി നമുക്ക് ആ ഗ്രഹലോകത്തേക്ക് കടക്കാം. ആകാശം ഇന്ന് ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ വൃശ്ചികം രാശിക്കാരെക്കുറിച്ചുള്ളതാണ്. ഗുരു, ശനി, രാഹു, കേതു ഇവ ഓരോന്നും ഓരോ ദിശയിൽ നിന്ന് വൃശ്ചികത്തിലേക്ക് ഒരു ദൃഷ്ടി നൽകുകയാണ്. ഇത് ഒരു സാധാരണ ഗ്രഹചലനമല്ല. ഇത് ഒരു ദൈവിക ഒരുക്കമാണ്. ഗുരുഭഗവാൻ, ബ്രഹ്മാണ്ഡത്തിന്റെ ഗുരു, ജ്ഞാനത്തിന്റെ ഉറവ, ഭാഗ്യത്തിന്റെ ഉറവിടം. അദ്ദേഹം ഇപ്പോൾ ഒരു വളരെ ശക്തമായ സ്ഥാനത്ത് നിലകൊള്ളുകയാണ്. വൃശ്ചികം രാശിക്കാരുടെ ഭാഗ്യഭവനത്തെ അദ്ദേഹം ദർശിക്കുന്നു. ഈ ഗുരുദൃഷ്ടി, ഇത് ചെറിയൊരു കാര്യമല്ല. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ ഗുരുഭഗവാൻ കൃപ ചൊരിയേണ്ടതുണ്ട്. ആ കൃപ ഇപ്പോൾ വൃശ്ചികക്കാർക്കുമേൽ ഒഴുകുകയാണ്. പക്ഷേ ഗുരുഭഗവാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാഗ്യം ഒരു ദേഹം പോലെയാണ്. അതിനെ നിങ്ങൾ അർഹിക്കണം. ഗർവ്, അഹങ്കാരം, ദ്രോഹചിന്ത ഇവ ഗുരുകൃപയെ തടഞ്ഞു നിർത്തും. എന്നാൽ വൃശ്ചികക്കാർ ഒരു ദൈവിക ഉദ്ദേശ്യത്തോടെ ഇന്ന് ഈ സ്ഥലത്തുണ്ടെങ്കിൽ ആ ഗുരുകൃപ നിങ്ങളെ തഴഞ്ഞു പോകില്ല. ഗുരുഭഗവാൻ ഇപ്പോൾ ഒരു ദ്വാരത്തിലൂടെ ഒരു വലിയ വെളിച്ചം അയക്കുകയാണ്. ആ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ സഹായിക്കും. ഇനി ശനി ഭഗവാൻ, കർമ്മദേവൻ, ന്യായത്തിന്റെ ശക്തി, ജീവിതത്തിന്റെ കർശന ഗുരു. ശനി ഒരിക്കലും ദ്രോഹം ചെയ്യില്ല. ശനി പഠിപ്പിക്കും. ചിലപ്പോൾ ആ പഠിപ്പ് വേദനാജനകമായിരിക്കും. ചിലപ്പോൾ ആ പഠിപ്പ് ഒരു വലിയ നഷ്ടമായി അനുഭവപ്പെടും. പക്ഷേ ശനിഭഗവാന്റെ ഒരു ഉദ്ദേശ്യം ഒരിക്കലും ദ്രോഹമല്ല. ആ ഉദ്ദേശ്യം എപ്പോഴും പക്വതയും ശുദ്ധീകരണവുമാണ്. വൃശ്ചിക രാശിക്കാർ ഇക്കഴിഞ്ഞ കുറച്ചുകാലമായി ഒരു ശനി സ്വാധീനം അനുഭവിക്കുന്നുണ്ടാകും. ജോലിയിൽ തടസ്സങ്ങൾ, ബന്ധങ്ങളിൽ ദൂരം, ആരോഗ്യത്തിൽ ചെറിയ ആശങ്കകൾ, സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു മന്ദഗതി. ഇവ ഒക്കെ ശനിയുടെ ആ ദൈവിക ചൂടോ ക്ഷോഭമോ ആകണമെന്നില്ല. ഇവ ഒക്കെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. ഇനി ആ ശുദ്ധീകരണം ഒരു ഫലം നൽകുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശനി ഭഗവാൻ ഇനി ഒരു കർമ്മ ഫലം നൽകാൻ ഒരുങ്ങുകയാണ്. ആ ഫലം നല്ലതോ ചുമതലകൾ നിറഞ്ഞതോ ആകാം. പക്ഷേ ഏതായാലും ആ ഫലം ന്യായമായിരിക്കും. ഒരിക്കലും അന്യായമല്ല. ഇനി രാഹു, ഛായാഗ്രഹം, മോഹങ്ങളുടെ ദേവൻ, ഭ്രമത്തിന്റെ ഉറവ്. രാഹു വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ ദ്വന്ദ്വം സൃഷ്ടിക്കുകയാണ്. ഒരു ഭാഗത്ത് ഒരു ശക്തമായ ആഗ്രഹം ജ്വലിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ആ ആഗ്രഹം നിറവേറ്റാൻ ഒരു ഭ്രമം, ഒരു ആശ്ചര്യം, ഒരു ചതി ഇവ തടഞ്ഞു നിൽക്കുന്നുണ്ട്. രാഹുവിന്റെ ഈ ഊർജം ഉപയോഗിക്കാൻ ഒരു ദൈവിക ബോധം ആവശ്യമാണ്. ആ ബോധം ഇല്ലാതെ രാഹു ഒരു ചതിക്കുഴിയായി മാറും. ആ ബോധമുണ്ടെങ്കിൽ രാഹു ഒരു അദ്ഭുത ഉദ്ധാരകൻ ആകും.
വൃശ്ചിക രാശിക്കാരെ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ആഗ്രഹം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടോ? ഒരു ബന്ധം, ഒരു ജോലി, ഒരു ലക്ഷ്യം. ഇത് കൈവരിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടോ? എന്നിട്ടും കൈക്കൊള്ളാൻ ആകുന്നില്ലേ? ആ അനുഭവം രാഹുവിൻ്റേതാണ്. ആ ഭ്രമം ഒരു ദൈവിക പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കും. കാരണം ഈ നിമിഷം ഗ്രഹങ്ങൾ ഒരു മാറ്റം അനുവദിക്കുകയാണ്. കേതു, ആത്മീയതയുടെ ദേവൻ, മോക്ഷത്തിന്റെ ഉറവ, ഭൂതകാലത്തിന്റെ ഓർമ്മ. കേതു വൃശ്ചിക രാശിക്കാരോട് ഒരു രഹസ്യ ഭാഷയിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? ആൾക്കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ആണ് എന്ന ഒരു തോന്നൽ. അദ്ഭുതമായ സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ? ചില ദൈവിക ഓർമ്മകൾ, ചില ആഴത്തിലുള്ള ചിന്തകൾ, ചില നിഗൂഢ അനുഭൂതികൾ. ഇവ കേതുഭഗവാൻ നൽകുന്ന ഒരു ദൈവിക ആഴമാണ്. വൃശ്ചിക രാശി കേതുവിന്റെ ഒരു ഭവനവുമാണ്. ഈ ആഴം, ഈ നിഗൂഢത, ഈ ആത്മീയ ബോധം, ഇത് നിങ്ങളുടെ ഒരു ഗുണമാണ്. ഈ ഗുണം ഇനി ഒരു ശക്തിയായി ഉണർന്നെഴുന്നേൽക്കുകയാണ്. ആ ഉണർവ് ഒരു കർമ്മ വഴിത്തിരിവ് ആണ്. ഭൂതകാലത്തിൽ ചെയ്ത ദൈവിക കർമ്മങ്ങൾ, ദാനം, ദയ, ക്ഷമ, ഭക്തി, ഇവ ഒക്കെ ഒരു ഫലമായി ഇപ്പോൾ തിരിച്ചുവരികയാണ്. ഈ 4 ഗ്രഹങ്ങളും ഒരു ഒറ്റ ഉദ്ദേശ്യത്തോടെ ഇന്ന് ഒത്തുചേർന്നിരിക്കുകയാണ്. ആ ഉദ്ദേശ്യം ഒന്നുമാത്രം. വൃശ്ചിക രാശിക്കാർ ഒരു പുതിയ ജീവിത ഘട്ടത്തിലേക്ക് കടക്കണം. ആ ഘട്ടം ഇതുവരെ ഒരിക്കലും അനുഭവിക്കാത്ത ഒന്നാകും. ആ ഘട്ടം ഒരു ജ്വാലയെപ്പോലെ, ഒരു ഉദയം പോലെ, ഒരു ദൈവിക ആലിംഗനം പോലെ നിങ്ങൾ അനുഭവിക്കും. ഈ കർമ്മചലനം, ഈ ഗ്രഹ ഊർജം, ഈ ദൈവിക ഒരുക്കം, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും ഒരു ചലനം ഉണ്ടാക്കും. ആ ചലനങ്ങൾ ഒന്നൊന്നായി ഇനി നാം പരിശോധിക്കാൻ പോകുകയാണ്. ആ ദൈവിക ഊർജം ഇപ്പോൾ ഒഴുകുകയാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഈ ഗ്രഹനിലയിൽ വൃശ്ചികക്കാർക്ക് ആവശ്യമായ ആത്മീയ പരിഹാരങ്ങൾ. ഇവ കേവലം ആചാരങ്ങൾ മാത്രമല്ല. ഇവ നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ദൈവീകമായ ഉപകരണങ്ങളാണ്. ഓരോ പരിഹാരവും നിങ്ങളുടെ ഉള്ളിലെ ആ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ ഉണർത്താൻ സഹായിക്കുന്നതാണ്. ആദ്യമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക. വൃശ്ചികരാശിയുടെ അധിപനായ ചൊവ്വഗ്രഹം ചൊവ്വാഴ്ചകളിൽ ഏറ്റവും ശക്തിമത്തായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഈ ദിവസം രാവിലെ ഉണർന്നു കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായി ദൈവത്തെ തൊഴുത് ഒരു ചുവന്ന പൂ അർപ്പിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വീടിന്റെ ഉമ്മറത്ത് ഒരു വിളക്ക് കൊളുത്തി ആ നിമിഷം നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി ദൈവത്തോട് ഒരു ലളിതമായ പ്രാർത്ഥന ചൊല്ലുക. ആ ഒരു ചെറിയ നിമിഷം നിങ്ങളുടെ ആഴ്ചയുടെ ഊർജം തന്നെ മാറ്റിമറിക്കും. ഭഗവാൻ ശ്രീ മഹാദേവനെ ഉപാസിക്കുന്നത് ഈ സമയത്ത് വൃശ്ചികക്കാർക്ക് അത്യന്തം ഫലപ്രദമായിരിക്കും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലാഭിഷേകം ചെയ്യുക. ബിൽവദളം അർപ്പിക്കുക. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ഒരു ദിവസം ഒരു 108 വട്ടം ജപിക്കാൻ ശ്രമിക്കുക. ഈ ജപം നിങ്ങളുടെ ശനിദോഷത്തെ ശമിപ്പിക്കുകയും ഗുരുഭഗവാന്റെ അനുഗ്രഹം ദ്വിഗുണീഭവിക്കുകയും ചെയ്യും. ഇത് ഒരു ദൈവീക സത്യം. ഇതിൽ സംശയം വേണ്ട. ഇനി കർമ്മദോഷ പരിഹാരത്തെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ വേദനിപ്പിച്ചിരിക്കും. ആ വേദനയുടെ കർമ്മഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കണം. ഇത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാന സത്യമാണ്. എന്നാൽ ഈ ദോഷം ശമിപ്പിക്കാൻ ഒരു ലളിതമായ മാർഗമുണ്ട്. ആരെക്കെങ്കിലും നിങ്ങൾ മനഃപൂർവമോ അല്ലാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം ആ ഓർമ്മ മനസ്സിൽ കൊണ്ടുവന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ദൈവമേ ഇത് ക്ഷമിക്കണേ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. ആ ഒറ്റ പ്രാർത്ഥന ഒരു 100 ദേവീദേവ ചടങ്ങുകൾക്ക് തുല്യമാണ്. ദാനം ചെയ്യുന്ന ശീലം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫലദായകമാണ്. ഭക്ഷണം ദാനം ചെയ്യുക. ദരിദ്രരായ മനുഷ്യർക്കോ അനാഥ കുട്ടികൾക്കോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആർക്കെങ്കിലുമോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഈ ഒരു ദാനം ഗ്രഹദോഷങ്ങളെ ശമിപ്പിക്കുന്നതിൽ അത്ഭുതകരമായ ശക്തി ഉള്ളതാണ്. ദൈവം ഭക്ഷണത്തിൽ ഉണ്ട്. ഓരോ ഗ്രാസവും ദൈവം തന്നെ. ആ ദൈവത്തെ ഒരു ദരിദ്ര ജീവനിൽ കൊണ്ടുചെന്ന് ഏൽപ്പിക്കുക. ആ ഏൽപ്പിക്കൽ തന്നെ നിങ്ങളുടെ ഭാഗ്യദ്വാരം തുറക്കുന്ന ഒരു താക്കോലാണ്. ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ചകളിൽ നല്ലെണ്ണ ദീപം കൊളുത്തുക. കറുത്ത എള്ളു നദിയിൽ ഒഴുക്കുക. ശനി ഭഗവാന് വഴിക്കടവിൽ ദർശനം ചെയ്ത് തൈലാഭിഷേകം ചെയ്യുക. ഇടയ്ക്ക് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ഹനുമാൻ ചാലിസ് ജപിക്കുക. ഹനുമാൻ ഭഗവാൻ ശനിദോഷത്തിൽ നിന്ന് ഭക്തരെ രക്ഷിക്കുന്നവനാണ്. ഇത് ആദ്യകാലം മുതൽ ഋഷിമാർ പ്രഖ്യാപിച്ച ഒരു ദൈവീക സത്യം. രാഹുകേതു ദോഷശമനത്തിന് ദുർഗാദേവിയെ ആരാധിക്കുക. ശ്രീ ദുർഗാദേവിയുടെ ദേവാലയത്തിൽ ദർശനം ചെയ്ത് കുങ്കുമം, ചുവന്ന വസ്ത്രം, ചുവന്ന പൂക്കൾ ഇവ അർപ്പിക്കുക. ദേവി ദുർഗ, ആ ദേവി തന്നെ വൃശ്ചികക്കാർക്ക് ഇഷ്ടദേവതയാണ്. ആ ദേവിയുടെ ശക്തി ഈ ഗ്രഹനിലയിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഈ രാശിക്കാർക്ക് ലഭ്യമാകും. 9 ചൊവ്വാഴ്ചകൾ തുടർച്ചയായി ദേവാലയ ദർശനം നടത്തി ദേവിക്ക് കൽപ്പൂരം കൊളുത്തിക്കുക. ഈ 9 ആഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പൂർണ്ണ ചക്രമാണ്. ഈ 9 ആഴ്ചകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനാകും. ഉറക്കത്തിനു മുൻപ് ഒരു ലളിതമായ ആത്മീയ ശൈലി ശീലിക്കുക.
ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ജലം കൈകളിൽ എടുത്ത് ദൈവനാമം ചൊല്ലി ഇത് ദൈവപ്രസാദമാകട്ടെ എന്ന് ഭാവിച്ചു കുടിക്കൂ. ആ ജലം, ആ ദൈവഭക്തിയോടെ കുടിക്കുന്ന ആ ജലം നിങ്ങളുടെ ഉള്ളിലെ വണാത്മക ഊർജ്ജത്തെ ആഗ്രഹിക്കാതെ തന്നെ ശുദ്ധീകരിക്കും. ഇത് ഒരു ചികിത്സ അല്ല, ഇത് ഒരു ആത്മശുദ്ധീകരണം. ആരോടും ഈ ദിവസങ്ങളിൽ വ്യർത്ഥ വഴക്ക് ഉണ്ടാക്കരുത്. നേതിരു ഊർജ്ജം, അതായത് വണ ഊർജ്ജം, ഈ ഗ്രഹസ്ഥിതിയിൽ ഇരട്ടി വേഗത്തിൽ മടങ്ങിവരും. ആരെങ്കിലും നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ശാന്തമായിരിക്കുക. ദൈവം കാണുന്നുണ്ട്, ദൈവം ന്യായം ചെയ്യും. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇനി ഇവിടെ ഒരു പ്രധാന കാര്യം പറയട്ടെ. വൃശ്ചികക്കാർ ഈ ദിവസങ്ങളിൽ ഒരു ജ്ഞാനശ്ലോകം ജപിക്കുന്നത് ഏറ്റവും ഉത്തമം. ഓം ഹ്രീം ക്ലീം ദുർഗായേ നമ എന്ന ഈ ബീജമന്ത്രം ദേവിയുടെ ഹൃദയമന്ത്രമാണ്. ഇത് 29 വട്ടം ജപിക്കുക. ഒരു ചന്ദനമാലയോ ഒരു തുളസിമാലയോ ഉപയോഗിക്കൂ. ആ ജപമുള്ളിൽ ഒരു ദീപം കൊളുത്തും. ആ ദീപം ഒരിക്കൽ കൊളുത്തിയാൽ ഇരുൾ ഇനി ഭയമില്ല. ഇനി നമുക്ക് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് കടക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജോലി, ബിസിനസ്, പണം, ഈ കാര്യങ്ങളിൽ ഈ ഗ്രഹസ്ഥിതി ഇനി ഉടൻ ദിവസങ്ങളിൽ, അതായത് ആദ്യ 7 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ഫലം കൊണ്ടുവരും എന്നതാണ്. ഈ ഗ്രഹസ്ഥിതിയിൽ വൃശ്ചിക രാശിക്കാരുടെ ജോലിമേഖലയിൽ ഒരു ശക്തമായ ചലനം സൃഷ്ടിക്കപ്പെടും. ഇക്കാലമത്രയും നിങ്ങൾ ചെയ്ത പ്രയത്നങ്ങൾ ഒരു മഹായന്ത്രത്തിൽ സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ടതുപോലെ ഇപ്പോൾ ഒരൊറ്റ ഗ്രഹചലനത്തിൽ ഫലം കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഒരുപക്ഷേ നിങ്ങൾ ദീർഘനാളായി ഒരു ഉദ്യോഗക്കയറ്റത്തിനായി കാത്തിരിക്കുകയാണോ? ഒരു ജോലി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയാണോ? ഒരു നല്ല അവസരം ലഭിക്കുമോ എന്ന് ഉത്കണ്ഠ ഉണ്ടോ? ഈ ദിവസങ്ങളിൽ ആ ഉത്തരം ലഭിക്കും. ഗുരു ഭഗവാൻ ഈ നിലയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ജോലിക്ഷേത്രത്തിന് ഒരു ഉത്തേജനം നൽകുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉദ്യോഗ ഉന്നമന സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഒരാഴ്ചക്കുള്ളിൽ അത് ഒരു അനുകൂലമായ ദിശ തേടും. ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ചർച്ചയിൽ, ഒരു ഉത്തരത്തിൽ, ഒരു ചെറിയ അവതരണത്തിൽ നിങ്ങൾ ഇനി ഒരു പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റും. ആ ശ്രദ്ധ ഒരു ഉദ്യോഗ ഉന്നമനത്തിന്റെ ആദ്യ ചുവട് ആകും. ഈ ദൈവദൃഷ്ടി, ഇത് ഒരു ആകസ്മിക കൃപ അല്ല, ഇത് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം. ബിസിനസ് ചെയ്യുന്ന വൃശ്ചികക്കാർ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഒരു ഇടപാടിൽ, ഒരു ഉടമ്പടിയിൽ, ഒരു ഉൽപ്പന്ന തീരുമാനത്തിൽ ഒരു ദൃഢ നിലപാട് എടുക്കേണ്ട ഒരു നിമിഷം അടുത്തിരിക്കുകയാണ്. ആദ്യ 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ബിസിനസ് നിർദ്ദേശം, ഒരു പുതിയ സഹകരണ ആഗ്രഹം, ഒരു ഭൂമി ഇടപാടോ ഒരു ഉൽപ്പന്ന ഡീലോ അത് നിങ്ങളെ തേടിവരും. ഈ ആദ്യ 7 ദിവസങ്ങൾ ഉടൻ ഉള്ള തീരുമാനങ്ങൾ ജീവിതം മാറ്റുന്ന ഒരു ദൗത്യം ഏൽക്കും. ഒരു ഓടി ഒരു ബ്രഹ്മമുഹൂർത്തം, ഇത് ഇനി ഇടവേള കൂടാതെ വരും. 7 ദിവസം കഴിഞ്ഞ് ആ ഡീൽ കൈപ്പടം ഉൽപ്പന്നം ആകും. ഇനി ഒരു സൂക്ഷ്മ കാര്യം, ഈ ആദ്യ 7 ദിവസങ്ങളിൽ ഒരു ഒഴുക്ക് ഉണ്ടാകും. ആ ഒഴുക്കിൽ ഒരു വഞ്ചന ഒളിഞ്ഞിരിക്കും. ഏതൊരു ഡീൽ ഉണ്ടായാലും, ഏതൊരു ഇടപാടിൽ ഏർപ്പെട്ടാലും, അടുത്ത ബന്ധുക്കളോ പഴയ സുഹൃത്തുക്കളോ ആണ് ഈ ഇടപാടിൽ ഉള്ളതെങ്കിൽ ഒരിക്കൽ ഒന്ന് ആലോചിക്കുക. ഇനിയൊരിക്കൽ ഇവരിൽ ഒരാൾ ആ ഡീൽ ഒഴിഞ്ഞ് ഒഴുകിക്കളഞ്ഞേക്കും. ആ ഒഴിഞ്ഞ ഒഴുക്ക് ഒരു കാരണമില്ലാതെ ഒരു ദ്രോഹം ഉണ്ടാക്കും. ഒരു ലിഖിത കരാർ, ഒരു നിയമസാക്ഷ്യം ഈ ദിവസങ്ങളിൽ ഒഴിവാക്കരുത്. പണകാര്യങ്ങളിൽ ഈ ആദ്യ 7 ദിവസങ്ങൾ ഒരു രണ്ടുതലവാളിന്റെ ചിത്രം. ഒരു ഭാഗം ലാഭം കൊണ്ടുവരും, ഒരു ഭാഗം ചെലവ് കൊണ്ടുവരും. ഒരൊറ്റ ദിവസം ഒരു അപ്രതീക്ഷിത പണലാഭം ഉണ്ടാകും. ഒരു ഒഴിഞ്ഞ കൈപ്പടം, ഒരൊഴിഞ്ഞ കൈപ്പടം, ഒരൊഴിഞ്ഞ ദിവസം. ആ ഒഴിഞ്ഞ ദിവസം ഒരു ചെലവ് ഒഴിഞ്ഞ ഒഴുക്കിൽ ഇടം ഒരുക്കും. ഈ ദിവസങ്ങളിൽ അനാവശ്യ ചെലവ്, ആഡംബര വാങ്ങലുകൾ, ഏതൊരു ഒരൊഴിഞ്ഞ ഇടത്ത് ഒഴുകാൻ ഒരുങ്ങരുത്. ഒരുങ്ങുകയാണെങ്കിൽ ആ ഒഴുക്ക് ഒരു ദ്രോഹം ആകും. 9 മുതൽ 14 ദിവസങ്ങൾ, ഇത് ഒരു ഉദ്ദേശ്യ ഉയർച്ചയുടെ ഒരു ഉദ്ദേശ്യ ആ ദിവസങ്ങളിൽ ഒരു ജോലി ഇന്റർവ്യൂ ഉണ്ടായേക്കാം. ഒരു ഉദ്ദേശ്യ ജോലി ഓഫർ ഉണ്ടായേക്കാം. ഒഴിഞ്ഞ ഉദ്ദേശ്യ ഒഴിഞ്ഞ 9 മുതൽ 14 ദിവസങ്ങൾ. ഈ ഘട്ടം ഒരു ദൈവകൃപയുടെ ഘട്ടമാണ്. ഈ ദിവസങ്ങളിൽ ഒരു പ്രധാന ഉദ്യോഗ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ ഒരു ദൈവദൃഷ്ടിയുള്ള ഒരു നിമിഷം ആകും. ആ ദൈവദൃഷ്ടി ഒരു ജോലി ഓഫർ ആകും, ഒരു പദോന്നതി ആകും, ഒരു ശമ്പള ഉദ്ദേശ്യ വർധന ആകും. ദൈവം നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞ 9 മുതൽ 14 ദിവസങ്ങൾ ഏറ്റവും ഫലദായകമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഒരു ജോലി ഓഫർ ലഭിക്കാം, ഒരു ശമ്പള വർധന ഉണ്ടാകാം, ഒരു പദോന്നതി ലഭിക്കാം, ഒരു ബോണസ് ആകസ്മികമായി ലഭ്യമാകാം.
ഒരു ബിസിനസ് ഡീൽ ഒടുവിൽ ഒരു നല്ല ഫലത്തിൽ അവസാനം. പ്രണയം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വൃശ്ചിക രാശിക്കാരുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമാകും. കാരണം നിങ്ങൾ പ്രണയിക്കുന്നത് മറ്റുള്ളവരെക്കാൾ ആഴത്തിൽ ആണ്. നിങ്ങളുടെ സ്നേഹം ഒരു സമുദ്രം പോലെയാണ്. ഉപരിതലത്തിൽ ശാന്തമായി തോന്നാം, എന്നാൽ ആഴങ്ങളിൽ അത്ര ശക്തമായ ഒഴുക്കുകൾ ഉണ്ട്. ഇപ്പോൾ ഗ്രഹനിലകൾ നിങ്ങളുടെ പ്രണയജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകുകയാണ്. ഈ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിശയിൽ നിന്ന് വരും. ചിലർക്ക് ഇത് ആഹ്ലാദകരമായ ഒരു അനുഭവം ആകും, ചിലർക്ക് ഇത് ഒരു ആഴമേറിയ ഉൾക്കാഴ്ചയുടെ നിമിഷം ആകും. വൃശ്ചിക രാശിക്കാർ ബന്ധങ്ങളിൽ സമ്പൂർണ്ണ സമർപ്പണം ആഗ്രഹിക്കുന്നവർ ആണ്. പകുതിയിൽ നിൽക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. ഒന്നുകിൽ പൂർണ്ണം, അല്ലെങ്കിൽ ഒന്നുമില്ല. ഇതാണ് നിങ്ങളുടെ പ്രണയ തത്വശാസ്ത്രം. ഇപ്പോൾ ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഊർജം പ്രസരിപ്പിക്കുകയാണ്. ഈ ഊർജം നിങ്ങളുടെ ഹൃദയം കൂടുതൽ തുറന്നിടാൻ പ്രേരിപ്പിക്കും. ചിലർ ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ച വിചാരങ്ങൾ ഒടുവിൽ പ്രകടിപ്പിക്കും. ചിലർ പറയാൻ ഭയപ്പെട്ടിരുന്ന സത്യം ഒടുവിൽ പുറത്തു പറയും. പ്രണയത്തിൽ ഉള്ളവർക്ക് ഇത് ഒരു ഗഹനമായ ഘട്ടമാണ്. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് ഉയരാൻ ഇപ്പോൾ സമയമായിരിക്കുന്നു. ചിലർക്ക് ദീർഘകാലത്തെ തർക്കങ്ങൾ ഒടുവിൽ ഒരു പരിഹാരത്തിലേക്ക് എത്തും. ഒരു മൗനം തകരും. ഒരു ഹൃദയം ഉരുകും. ഒരു ബന്ധം ആഴത്തിൽ ഉറക്കും. ഇത് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു അവസരമാണ്. ഈ അവസരം ഉപയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വിവാഹം ആഗ്രഹിക്കുന്ന വൃശ്ചിക രാശിക്കാർക്ക് ഈ കാലഘട്ടം അത്യന്തം ശുഭകരമാണ്. ഗുരു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജ്ഞാനദൃഷ്ടി ചൊരിയുകയാണ്. ദീർഘകാലമായി ഒരു ജീവിതസഖിക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ ദൈവനിർണയം ഒടുവിൽ ഫലം കൊണ്ടുവരും. ശനിദേവൻ കർമ്മ ബന്ധങ്ങൾ സ്ഥിരതയോടെ ചിട്ടപ്പെടുത്തുകയാണ്. ഈ ചിട്ടപ്പെടുത്തലിൽ നിങ്ങളുടെ വിവാഹ ജീവിതം ഒരു ദൃഢമായ അടിത്തറ കണ്ടെത്തും. ഒരു ഉത്തരവ് വരും. ഒരു സമ്മതം ലഭിക്കും. ഒരു ജീവിതം ഒന്നുചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളവർക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രധാന ഉൾക്കാഴ്ച ലഭിക്കും. ചിലർക്ക് ഇത് ദൈനംദിന ജീവിതത്തിൽ ഒരു ആഴത്തിലുള്ള ഒരുമ കൊണ്ടുവരും. ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു പുതിയ തരം ആശയവിനിമയം ആരംഭിക്കും. ഏറെ കാലമായി മനസ്സിൽ ഉള്ള ഒരു ഭാരം ഒടുവിൽ ഇറക്കിവെക്കും. ഒരു ആശ്വാസം ലഭിക്കും. ഒരു ഭാരം ഇറങ്ങും. ഒരു ഉള്ളം ശാന്തമാകും. ഇതാണ് ഈ ഗ്രഹനിലകൾ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ സമ്മാനിക്കാൻ പോകുന്ന അനുഗ്രഹം. കുടുംബ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടാകും. ഒരു കൂട്ടായ്മ ദൃഢമാകും. ഒരു അകൽച്ച അകലും. ഒരു ബന്ധം തിരിച്ചുവരും. വൃശ്ചിക രാശിക്കാർ കുടുംബ ബന്ധങ്ങളിൽ ആഴമേറിയ വൈകാരിക നിക്ഷേപം ഉള്ളവർ ആണ്. ഈ നിക്ഷേപം ഇപ്പോൾ ഫലം കൊടുക്കാൻ തുടങ്ങും. ചിലർ ദീർഘകാലമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ബന്ധം ഒടുവിൽ നന്നാക്കും. ചിലർ ഒരു മൂടുപടം നീക്കി ഒരു ഹൃദ്യമായ ഒരു സത്യം കണ്ടെത്തും. ഈ കണ്ടെത്തൽ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കും. ചിലർക്ക് ഈ ഘട്ടത്തിൽ ഒരു ദുർബലമായ ബന്ധം ഒടുവിൽ അവസാനിക്കും. ഇത് വേദനാജനകം ആയിരിക്കും. എന്നാൽ ഈ വേദനയ്ക്ക് ഒരു ദൈവിക ലക്ഷ്യമുണ്ട്. ചില ബന്ധങ്ങൾ നിങ്ങളെ കൂടുതൽ ദുർബലരാക്കുകയാണ് ചെയ്യുന്നത്. ആ ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ അത് ഒരു ശാപം അല്ല, അത് ഒരു മോചനമാണ്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു ശ്രേഷ്ഠമായ ഭാവി ഒരുക്കുകയാണ്. ആ ഭാവിയിലേക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ കടന്നുപോകണമെങ്കിൽ ചില ഭൂതകാലങ്ങൾ ഒടുവിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഇനി ആരോഗ്യത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ ആരോഗ്യ വിഷയം ഏറ്റവും ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. വൃശ്ചിക രാശിക്കാർ ശരീരത്തിൽ ഏതെങ്കിലും അനാരോഗ്യ ലക്ഷണം ഉണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. ഇത് ഒരു ഗ്രഹനിർദ്ദേശമാണ്. ഇക്കാലത്ത് ശരീരത്തിൽ ചില ഊർജ്ജ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം. ഒരു ദിവസം ഏറ്റവും ഉത്സാഹം ഉണ്ടാകും, മറ്റൊരു ദിവസം ഏറ്റവും ക്ഷീണം ഉണ്ടാകും. ഈ ഏറ്റക്കുറച്ചിൽ ഗ്രഹസ്വാധീനം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ്. ശനിദേവൻ ഈ ഘട്ടത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ജാഗ്രത ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ആമാശയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ ഘട്ടത്തിൽ ആഹാരക്രമത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ജലദോഷം, ശ്വസന ബുദ്ധിമുട്ടുകൾ, തലവേദന ഇവ ചിലർക്ക് ഉണ്ടായേക്കാം. ഇവ ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആകണമെന്നില്ല. പക്ഷേ ഇവ ശരീരം നൽകുന്ന ഒരു സൂചന ആണ്. ഒന്ന് വിശ്രമിക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് ചികിത്സ തേടൂ. ഈ ലളിതമായ ജാഗ്രത ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയെ ഒഴിവാക്കും. മാനസിക ആരോഗ്യം ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒന്നാണ്. രാഹു ഒരു അദൃശ്യ ഊർജം ഉണ്ടാക്കുകയാണ്. ഈ ഊർജം ചിലർക്ക് ഉത്കണ്ഠ ആയി അനുഭവപ്പെടും. ഉറക്കക്കുറവ് ചിലർക്ക് ഒരു ബുദ്ധിമുട്ടാകും. ഏതോ ഒരു അജ്ഞാതമായ ഭയം ചിലർക്ക് ഉണ്ടാകും. ഇതൊക്കെ ഗ്രഹസ്വാധീനം ആണ്. ഇതിനെ ഭയക്കേണ്ട. ഇതിനെ ആത്മീയ ഊർജം ഉപയോഗിച്ച് അതിജീവിക്കാം. ദൈനംദിന പ്രാർത്ഥനകൾ, ധ്യാനം, ശ്വസന വ്യായാമങ്ങൾ ഇവ ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളവർക്ക് ഈ ഘട്ടം അത്ഭുതകരമായ ഒരു കാലം ആണ്. ബുദ്ധദേവൻ നിങ്ങളുടെ ജ്ഞാനശേഷിയെ ഇപ്പോൾ ഒരു പ്രത്യേക ഊർജത്തിൽ ആക്കിയിരിക്കുകയാണ്. പഠനത്തിൽ ഏകാഗ്രത കൂടും. ദീർഘകാലമായി ഒരു സങ്കീർണ വിഷയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയവർക്ക് ഒടുവിൽ ഒരു വ്യക്തത ലഭിക്കും. ഒരു ഉൾക്കാഴ്ച ഉദിക്കും. ഒരു ജ്ഞാനം ഉണർന്നുവരും. ഒരു കഴിവ് പ്രകടമാകും.
ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രധാന അവസരം ലഭ്യമാകും. അത് ഒരു സ്കോളർഷിപ്പ് ആകാം, ഒരു പ്രവേശനം ആകാം, ഒരു ഗുരുവിന്റെ ശ്രദ്ധ ആകാം. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഒരു ശുഭവാർത്ത ലഭിക്കും. ഗുരു ഭഗവാൻ വിദേശഭാഗ്യം ഉണ്ടാക്കുകയാണ്. ദീർഘകാലമായി ഒരു വിസക്കായി കാത്തിരിക്കുന്നവർക്ക്, ഒരു വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക്, ഒരു വിദ്യാഭ്യാസ വിസക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഒരു ദൈവനിർണയം ഉണ്ടാകും. ഒരു ദ്വാരം തുറക്കും, ഒരു വഴി കണ്ടെത്തും, ഒരു ആഗ്രഹം ഒടുവിൽ ഒരു യാഥാർത്ഥ്യം ആകും. യാത്രകൾ ഈ ഘട്ടത്തിൽ ഏറ്റവും ഫലപ്രദം ആകും. ആത്മീയ തീർത്ഥാടനങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു ദൈവദർശനം ലഭിക്കും. ഒരു ദേവക്ഷേത്ര സന്ദർശനം ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കും. ഒരു ദർശനം ഒരു ഉത്തരം ആകും. ഒരു പ്രാർത്ഥന ഒരു പരിഹാരം ആകും. ഒരു ക്ഷേത്ര ദർശനം ഒരു ജീവിത ദർശനം ആകും. ഈ ഘട്ടത്തിൽ ആത്മീയ യാത്രകൾ ഒഴിവാക്കരുത്. ഇനി ഒരു അദൃശ്യ ഭീഷണിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ചില ഒളിഞ്ഞ ശത്രുക്കൾ സജീവം ആകാം. ഒരു ചതി, ഒരു വഞ്ചൻ, ഒരു ദ്രോഹം ഒളിഞ്ഞ് ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ടാകാം. ഇതിനെക്കുറിച്ച് ഭയക്കേണ്ട. വൃശ്ചിക രാശിക്കാരുടെ 6ാം ഇന്ദ്രിയം ഏറ്റവും ശക്തമാണ്. ഒരു ഒളിഞ്ഞ ഭീഷണി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് ആദ്യം മനസ്സിലാക്കും. ആ ഉൾബോധ്യം ശ്രദ്ധിക്കൂ. ഒരു സൂചന അനുഭവപ്പെടുമ്പോൾ, ഒരു ഭയം ഉള്ളിൽ ഉദിക്കുമ്പോൾ, ഒരു ജാഗ്രത ഹൃദയം ആവശ്യപ്പെടുമ്പോൾ ആ നിമിഷം ചെവി തരൂ. ഗ്രഹങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുകയാണ്. ഒരു ഗ്രഹപ്രതിഭാസം, ഒരു കോസ്മിക് ദൈവ സന്ദേശം, ഒരു ജ്യോതിഷ ചരിത്രഘട്ടം ആരംഭിക്കുകയാണ്. ഇത് ഒരു ലോക ജ്യോതിഷ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു അദ്ഭുത ഘട്ടമാണ്. വൃശ്ചിക രാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും ശക്തമായ ഒരു കർമ്മ ബദലാവ് ഉണ്ടാകാൻ ഗ്രഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ബദലാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭൂകമ്പം പോലെ ആകും. ഒരു ഭൂകമ്പം ഭൂമിയെ ഒരു പുതിയ ആകൃതിയിൽ മാറ്റുന്നത് പോലെ. ഈ ഗ്രഹകർമ്മ ഭൂകമ്പം നിങ്ങളുടെ ജീവിതത്തെ ഒരു ശ്രേഷ്ഠമായ പുതിയ ആകൃതിയിൽ മാറ്റും. ഗുരു, ശനി, രാഹു ഈ 3 ഗ്രഹങ്ങൾ ഒരേ സമയം ഒരു പ്രത്യേക ഊർജ്ജ ത്രികോണം ഉണ്ടാക്കുകയാണ്. ഈ ത്രികോണം വൃശ്ചിക രാശിക്കാരെ ഒരു പ്രത്യേക കർമ്മ ശക്തിക്ഷേത്രത്തിൽ കൊണ്ടുവരികയാണ്. ഈ ക്ഷേത്രത്തിൽ ഒരിക്കൽ പ്രവേശിച്ചാൽ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല. ഇത് ഒരു ഭീഷണിയല്ല. ഇത് ഒരു വരദാനമാണ്, ഒരു ദൈവ അനുഗ്രഹമാണ്, ഒരു കർമ്മ ഉദ്ഗ്രഥനമാണ്. ഈ ത്രികോണ ഊർജം ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാക്കും. ഞാൻ ആരാണ്? ഞാൻ ഇവിടെ എന്തിനാണ്? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ചോദ്യങ്ങൾ ഇതുവരെ ഉത്തരം ലഭിക്കാതിരുന്നവ ആണ്. ഇപ്പോൾ ഗ്രഹങ്ങൾ ആ ഉത്തരങ്ങൾ നൽകാൻ ഒരുങ്ങുകയാണ്. ഒരു ദൈവദൂതൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ആ ദൂതൻ ഇപ്പോൾ ഉണർന്ന് ഇരിക്കുകയാണ്. ആ ദൂതൻ നിങ്ങളോട് ഒരു ദിവ്യ സന്ദേശം കൊണ്ടുവരികയാണ്. ഈ ഗ്രഹശക്തി ത്രികോണം ഒരു ജന്മ പരിവർത്തനം ഉണ്ടാക്കും. ഭൂതകാലത്തിൽ ഉണ്ടായ ഒരു ദുഃഖം, ഒരു ആഘാതം, ഒരു നഷ്ടം, ഇവ ഒടുവിൽ ഒരു ജ്ഞാനം ആയി പരിണമിക്കും. ആ ദുഃഖം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ജ്ഞാനം ലഭിക്കുമായിരുന്നില്ല. ഈ ജ്ഞാനം ഇല്ലായിരുന്നെങ്കിൽ ഈ ഭാവി ഒരുക്കപ്പെടുമായിരുന്നില്ല. ഒരു ദൈവചക്രം കറങ്ങുകയാണ്. ഒരു കർമ്മചക്രം ഒടുവിൽ ഒരു ഫലം കൊണ്ടുവരികയാണ്. ഈ അദ്ഭുത ഗ്രഹഘട്ടത്തിൽ ചില അദൃശ്യ ശക്തികൾ നിങ്ങൾക്കായി ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പൂർവ്വ ജന്മ കർമ്മ ഫലം ഇപ്പോൾ ഈ ജന്മത്തിൽ ഒരു